നമസ്കാരം. മൂഷിക പിള്ള വീണ്ടും മൂഷിക പിള്ളയായി. സ്വാഗതം വക്രദൃഷ്ടിയിലേക്ക്. മുന്നോക്ക സമുദായ വികസന കോർപ്പറേഷന് ഒരു ചെയർമാനേ ഉള്ളൂ ഏത് സർക്കാരിൻ്റെ കാലത്തും. മുന്നോക്ക സമുദായത്തിൻ്റെ കാര്യം ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഒരു ബാലകൃഷ്ണപിള്ളയ്ക്ക് മാത്രമേ കഴിയൂ. അതിനാൽ പിണറായിയും VSും കൂടി പഴയതെല്ലാം മറന്ന് ബാലകൃഷ്ണപിള്ളയോട് വീണ്ടും ചെയർമാനാകാൻ അഭ്യർത്ഥിക്കുന്നു. സർക്കാരിൻ്റെ അഭ്യർത്ഥന സ്വീകരിച്ചതോടെ പിള്ള വീണ്ടും ക്യാബിനറ്റ് പദവിയോടെ ചെയർമാനായി. അല്ലാതെ മുന്നണി പ്രാതിനിധ്യം പോലെ ബാലകൃഷ്ണപിള്ള ആഗ്രഹിച്ചതോ ആവശ്യപ്പെട്ടതോ അല്ല ഈ സ്ഥാനം. തലവരയ്ക്കൊരു തിളക്കം വെച്ചപ്പോ കിടച്ച സൗഭാഗ്യം, ഇത് ശനിദശയുടെ ഒടുക്കം കിട്ടിയ സാക്ഷാൽ രാജയോഗം. ജീവിത സൗകര്യങ്ങളും സാമൂഹ്യ ചുറ്റുപാടുകളും സാമ്പത്തിക ചുറ്റുപാടുകളും കൊണ്ട് രക്ഷപ്പെടാത്ത ഒരു പ്രബല വിഭാഗത്തെ കഴിയുന്നിടത്തോളം രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമിക്കേണ്ട ഒരു സ്ഥാപനത്തിൻ്റെ ചുമതലയാണ് LDF എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. അത് പരമാവധി ചെയ്യാൻ ശ്രമിക്കും. അതാണ് ഖദറിന്റെ ഗുണം. സ്ഥാനങ്ങൾ ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കും. ഒരു കാര്യമില്ല. പോരൂ. തലവരയ്ക്കൊരു തിളക്കം വെച്ചപ്പോ കിടച്ച സൗഭാഗ്യം, ഇത് ശനിദശയുടെ ഒടുക്കം കിട്ടിയ സാക്ഷാൽ രാജയോഗം. അനുഭവിക്കട മച്ചാനെ, എന്നെ അനുസരിക്കട മക്കാനെ. അനുഭവിക്കട മച്ചാനെ, എന്നെ അനുസരിക്കട മക്കാനെ. അഷ്ടിക്ക് പോലും ഗതിയില്ല നമ്മുടെ കഷ്ടകാലം കഴിഞ്ഞേ. ഈ മുന്നോക്കത്തിലെ വളരെ പാവപ്പെട്ടവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുക എന്നുള്ളത് വളരെ കുട്ടിക്കാലം പോലുള്ള എൻ്റെ ഒരു ആഗ്രഹമാണ്. കൊതുകേടിയുള്ളൊരു കൂട്ടായി. ക്യാബിനറ്റ് പദവിയോടെ ഒരു സ്ഥാനത്തിരിക്കുന്നു എന്ന ആക്ഷേപം ഇനി VS ഒറ്റയ്ക്ക് കേൾക്കേണ്ട. കൂട്ടിന് പഴയ വൈരിയായ പിള്ളയും എത്തി. അഴിമതി കേസിൽ പണ്ട് അഴിക്കകത്താക്കിയത് തന്നെ VS ആയിരുന്നു. രാഷ്ട്രീയത്തിൽ സ്ഥിരം ശത്രുക്കളും മിത്രങ്ങളും ഇല്ലെന്നാണല്ലോ. കമ്മ്യൂണിസ്റ്റുകാരെ കുറിച്ച് പറഞ്ഞൊരു വാചകം ഞാൻ പറയാം സാർ. പോരാളികളാകുമ്പോൾ അവരെ എനിക്കിഷ്ടമാണ്, പക്ഷേ പുരോഹിതന്മാരായി മാറുമ്പോൾ അവരെ എനിക്കിഷ്ടമല്ല. പിണറായി ഇന്ന് പുരോഹിതനായി മാറിയിരിക്കുന്ന സാഹചര്യമാണ്. ഞാൻ ചോദിക്കുന്നു സാർ, ഇത് VS അച്യുതാനന്ദനും ബാലകൃഷ്ണപിള്ളയ്ക്കും ഇന്ന് തുല്യ പദവിയാണ് സാർ. എനിക്ക് നമ്മുടെ പഴയ കുട്ടിക്കാലം ഓർമ്മ വന്നടാ. അന്ന് മണ്ണപ്പം ചുട്ട് കളിക്കുമ്പോഴും കള്ളനും പോലീസും കളിക്കുമ്പോഴും നമ്മൾ ഇതുപോലെ ഒന്നായിരുന്നു. അയൽക്കാരായിരുന്നിട്ടും എത്ര നീണ്ട ഗ്യാപ്പിന് ശേഷം നമ്മളിങ്ങനെ ഒരേ മുറി കൂടുന്നത്. വയലാർ സമരത്തിന്റെ നായകൻ VS അച്യുതാനന്ദൻ ഇരിക്കുന്ന അതേ കസേരയിൽ അതേ പദവിയിൽ തുല്യ വേതനത്തിന് തുല്യ ജോലി എന്നതാണ് ഈ ഗവൺമെന്റ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോ ഇത്രയും കമ്പനിയായ സ്ഥിതിക്ക് കമ്പനിയായ ആര് കമ്പനിയായി പോടാ. ഇതിന്റെ അകത്തായപ്പോ ഇല്ലെങ്കിൽ ഞാൻ നിന്നെ ഇറക്കി വിട്ടേനെ. സാർ നാണമില്ലേ എന്ന് ഞാൻ ചോദിക്കുകയാണ്. സാർ ഇവിടെ ബാലകൃഷ്ണപിള്ള ആയാലും KM മാണി ആയാലും UDFിലാണെങ്കിൽ വലിയ അഴിമതിക്കാര്. ഞാൻ അവിടെ ഇരിക്കുന്ന DYFI നേതാക്കന്മാരോടൊക്കെ ഞാൻ ചോദിക്കുന്നു, ഇരിക്കുന്ന സ്ഥാനത്ത് വേര് ഇളുത്തിട്ടില്ലെങ്കിൽ ഇതിനൊക്കെ മറുപടി പറയാനുള്ള ആഗ്രഹം ഉണ്ടാവും. സാർ ഞാൻ ചോദിക്കുന്നു, ബാലകൃഷ്ണപിള്ളയെ ചുമന്നുകൊണ്ട് നടക്കാൻ നാണമില്ല എന്ന് ഞാൻ ചോദിക്കുന്നു. ക്യാബിനറ്റ് പദവി ലഭിച്ചുവെന്ന് വെച്ച് സ്ഥാനമാനങ്ങളുടെ സൗകര്യങ്ങൾ ഇഷ്ടം പോലെ അനുഭവിക്കാൻ തറവാടിയായ പിള്ള തയ്യാറല്ല. പദവിയും കാറും അത്യാവശ്യം സൗകര്യങ്ങളും സ്വീകരിക്കും, ബാക്കിയെല്ലാം ത്യജിക്കും. കുറച്ചു കാലമായി നിങ്ങളെയൊക്കെ അഭിസംബോധന ചെയ്യണമെന്ന് ആഗ്രഹം തുടങ്ങിയിട്ട്. അത് സാധിച്ചതിൽ സന്തോഷമുണ്ട്. പിന്നെ ഈ പറയുന്ന ഒരു പദവിക്കപ്പുറം അതിൻ്റെ യാതൊരു ആനുകൂല്യങ്ങൾ സ്വീകരിക്കാൻ ഞാൻ കണ്ടും തയ്യാറായില്ല. ഇപ്പോഴും തയ്യാറില്ല. ഇന്നലെ കൊല്ലം ഇരുന്നപ്പോഴും തയ്യാറില്ല. എനിക്ക് വീട് വേണ്ട, പോലീസുകാർ വേണ്ട. ഞാൻ ഒരു കോടീശ്വരനാണ്. ഒരു ദിവസത്തെ എൻ്റെ വരുമാനം എന്ന് പറയുന്നത് വെറും 2,35,000 രൂപ 49 പൈസ. അലവൻസ് വേണ്ട, കാർ അലവൻസ് വേണ്ട, പിന്നെ പേഴ്സണൽ സ്റ്റാഫ് അത്യാവശ്യമുള്ളവർ മതി. ലാഭം എനിക്ക് ആവശ്യമില്ല. അനാഥാലയത്തിനും അന്ധവിദ്യാലയത്തിനും ലക്ഷങ്ങൾ ഞാൻ സംഭാവന നൽകുന്നുണ്ട്. പത്രത്തിൽ പേര് വരുന്നത് എനിക്ക് ഇഷ്ടമല്ല. അത് ഞാൻ ഉദ്ദേശിക്കുന്നത് സർക്കാർ ശമ്പളം വാങ്ങിച്ചുകൊണ്ടിരുന്ന് ജോലി ചെയ്യുന്ന ആളുകളെ എടുത്താൽ അഡീഷണൽ വർധനയൊന്നും വരത്തില്ല. അവർക്ക് ആ തസ്തിക ശമ്പളം കിട്ടിക്കൊണ്ടിരിക്കും. ഇത്രയൊക്കെ പണം ഉണ്ടായിട്ടും
എനിക്കിതേ വരെ വിദേശ വസ്ത്രങ്ങളോട് കമ്പം തോന്നിയിട്ടില്ല. എന്റെ പണം എന്റെ നാടിന് വേണ്ടി ചെലവാക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഇപ്പോൾ പുതിയ ആൾ വന്നാൽ പുതിയ ആളുകൾക്ക് കാശ് കൊടുക്കണം. ഡ്രൈവർ ഉൾപ്പെടെയുള്ള ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ ഗവൺമെൻറ്റിൽ നിന്ന് ശമ്പളം വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. ബിസിനസ് സംബന്ധമായ യോഗങ്ങൾക്ക് പോകുമ്പോൾ സഫാരി സൂട്ട് അണിഞ്ഞ് ഞാൻ പോകാറില്ല. എൻ്റെ കൈ കൊണ്ട് എൻ്റെ വീട്ടിലിരുന്ന് എൻ്റെ ചർക്കയിൽ നൂല് നൂത്ത് അതുകൊണ്ടുണ്ടാക്കിയ വസ്ത്രങ്ങളാണ് ഞാൻ ധരിക്കാറുള്ളത്. വെളിയിൽ നല്ല ആളുകളെ എടുക്കുന്നത്. അപ്പോൾ അത് ചുരു ചിലവായിട്ട് വരാൻ പാടില്ല, അധികം ചിലവായിട്ട്. പിന്നെ ഫോൺ പോലും വേണ്ട എനിക്ക്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഈ ഷർട്ട് അങ്ങനെ ഉണ്ടാക്കിയതാണോ? അല്ല, ഇത് വിദേശീയനാണ്. നിങ്ങളെ സാക്ഷി നിർത്തി ഇത് ഞാൻ ബഹിഷ്കരിക്കുകയാണ്. ആഫീസിലെ ഫോൺ ഉപയോഗിക്കും. അപ്പോൾ ഒരു പദവി എന്ന് പറയുന്നത് നമ്മളെക്കാൾ ജൂനിയേഴ്സും ഓഫീസേഴ്സും മറ്റുള്ള ആളുകളും കാര്യങ്ങളിൽ ഇടപെടുന്നത് ഒഴിവാക്കുക എന്നുള്ളത് മാത്രമാണ്. ഒരു പദവി എന്നുള്ളത് മാത്രമേ. കാർ ഉപയോഗിക്കും. ഈ വിദേശ വസ്ത്രം എനിക്ക് ആവശ്യമില്ല. ഈ പാൻറ് ഇതും എനിക്ക് ആവശ്യമില്ല. അത് ഗവൺമെൻറ് കാർ ഉപയോഗിക്കാൻ കാർ തരുന്നുണ്ട്. കാർ ഉപയോഗിക്കും. അത് തന്നെ വളരെ കൂടുതൽ എൻ്റെ സ്വന്തം കാറായാലും ഉപയോഗിച്ചത് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ. ഇത്തവണ കാർ ഉപയോഗിക്കാൻ കാറിട്ടേക്കും. നിങ്ങളുടെ മുമ്പിൽ വെറും ഒരു പച്ച മനുഷ്യനായിരിക്കാനാണ് എനിക്ക് ആഗ്രഹം. മഹാന്മാരുടെ ആദർശങ്ങൾ പറഞ്ഞു നടക്കുന്നവനല്ല, സ്വന്തം ജീവിതത്തിൽ അത് പകർത്തി കാണിക്കുന്നവനാണ് മഹാൻ. TA ഒന്നും ഞാൻ മുഴുവൻ TA മന്ത്രിയുടെ TA വാങ്ങാറില്ലായിരുന്നു കഴിഞ്ഞ മണി. ആക്ച്വലായിട്ട് കൊടുക്കുന്ന ഡീസലിൻ്റെ വില ബില്ലെഴുതി വാങ്ങിച്ചു. അപ്പോൾ സാധാരണ ചെയർമാൻമാർ വാങ്ങുന്നതിൻ്റെ അത്രയും പോലും വാങ്ങില്ല. മന്ത്രിയുടെ TA വാങ്ങിച്ച് 10 രൂപ വെച്ച് കിലോയ്ക്ക്. തുടർന്നും ഈ ബഹിഷ്കരണം നടത്താൻ എനിക്ക് മടിയില്ല. അയ്യോ, അയാൾക്ക് ഭ്രാന്താണ്. എടാ, രാജ്യസ്നേഹം വേണം, അറിയോ? ഷോക്ക് അടിക്കേണ്ട ടൈമായി. UDF സർക്കാർ ബാലകൃഷ്ണപിള്ളയെ മുന്നോക്ക വികസന ചെയർമാനാക്കിയപ്പോൾ എതിർത്തവർ തന്നെയാണ് ഇപ്പോൾ പിള്ളയെ അതേ പദവിയിലേക്ക് നിയോഗിച്ചത്. പിള്ളയെക്കുറിച്ച് VS പറഞ്ഞ പഴയതെല്ലാം വിസ്താര ഭയത്താൽ ഒഴിവാക്കുന്നു. പക്ഷേ ഇത് പറഞ്ഞിട്ട് അധിക കാലമായിട്ടില്ല. അല്ല, കാറ് വാങ്ങാൻ പോയ ദിവസം എന്നെ വേറൊരു പേര് വിളിച്ചല്ലോ. ബാലകൃഷ്ണപിള്ള ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മുന്നോക്ക കമ്മ്യൂണിറ്റിയുടെ സെനറ്റ് മെമ്പറായിട്ട് തുടരുന്നത് ശരിയല്ല എന്ന് നിയമ സെക്രട്ടറി തന്നെ, അത് ശരിയല്ല, ഭരണഘടനാ വിരുദ്ധമാണ്, ആ സ്ഥാനത്തുനിന്ന് അദ്ദേഹത്തെ ഒഴിവാക്കുകയാണ് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയും NSSൻ്റെ സെക്രട്ടറിയുടെ പേരിലോ ആരുടെയെങ്കിലും പേരും പറഞ്ഞ് ആ സ്ഥാനത്ത് കടിച്ചു തൂങ്ങാൻ ശ്രമിച്ചാൽ അത് NSSൻ്റെ ജനറൽ സെക്രട്ടറി തന്നെ അക്കാര്യത്തിൽ അങ്ങനെ കടിച്ചു തൂങ്ങുന്നതിനെ അനുകൂലിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ. എന്നാ എനിക്കത് ഓർമ്മയില്ല. തലസ്ഥാന ജില്ലയിൽ പടരുന്ന ഡെങ്കിപ്പനി ഡോക്ടർമാർക്കും ആശുപത്രി ജീവനക്കാർക്കും വരെ പിടിപെട്ടതോടെ ആരോഗ്യമന്ത്രി മിന്നൽ സന്ദർശനത്തിന് ഇറങ്ങി. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ മന്ത്രിയെ സ്വീകരിച്ച ആശുപത്രി അധികൃതർക്ക് പക്ഷേ മന്ത്രിയുടെ ശകാരം കേൾക്കാനേ സമയമുണ്ടായിരുന്നുള്ളൂ. നാട്ടിൽ ശുചീകരണം നടക്കാത്തതിനാലാണ് പനി പടരുന്നത്. ആശുപത്രികളിൽ പോലും ക്ലീനിംഗ് നടക്കുന്നില്ല. കുറുന്തോട്ടിക്കും വാദം വന്നാൽ എന്തു ചെയ്യും? ഇവിടെ ഇഷ്ടം പോലെ HDS പൈസ ഉണ്ട്. നിങ്ങൾ വിചാരിച്ച ഈ ഹോസ്പിറ്റൽ ക്ലീൻ ചെയ്യാൻ ഇത് കണ്ടോണ്ട് ഇതെങ്ങനെയാ ഇവിടെ കൂട്ടിയിടുന്നത്? നിങ്ങൾ വേസ്റ്റ് ബാസ്ക്കറ്റ് വെച്ചിട്ടില്ലേ? എന്താ അവിടെ ഇടാൻ പറയാത്തത്? ഇവിടെ ഞങ്ങൾ അന്വേഷിച്ച് നോക്കുമ്പോൾ 90 ലക്ഷം രൂപ ഇവിടുത്തെ HDSലുണ്ട്. താൽക്കാലികമായിട്ട് ആരെ വിളിച്ച് ക്ലീൻ ചെയ്യുന്നതിനും ഒരു തടസ്സവുമില്ല. 90 ലക്ഷം രൂപ ഉണ്ട്, അതിനകത്ത് ഉപയോഗിക്കാം. 1.25 കോടി രൂപയുള്ള RSBYയുടെ ഫണ്ട് ഇവർക്ക് ഉപയോഗിക്കാൻ ഇവിടെയുണ്ട്. ഇവർ നേരത്തെ ഒരു വിവരം തന്നിരുന്നെങ്കിൽ നമുക്ക് നേരത്തെ തന്നെ ആ നിർദ്ദേശം കൊടുക്കാമായിരുന്നു. ഹോസ്പിറ്റൽ ക്ലീൻ ചെയ്യണമെന്നുള്ളത് ഹോസ്പിറ്റൽ അധികൃതരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമായിട്ട് മാറണം. മന്ത്രി കൊച്ചമ്മ വരുന്നുണ്ടേ, കൈകൊട്ടിപ്പാടാം വരവേറ്റിടാം. All of you just stupid idiots, good for nothing donkeys. Why can't you use a little bit of common sense? ഇങ്ങനെ വിടാനൊന്നും ഭാവിച്ചിട്ടില്ല. കാരണം നഗരത്തിലെ, നമ്മുടെ തലസ്ഥാന നഗരിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട
ചരിത്രപരമായിട്ട് തന്നെ പ്രാധാന്യമുള്ള ഒരു ഹോസ്പിറ്റലാണിത്. ഇതിനെ ഭംഗിയായിട്ടും വൃത്തിയായിട്ടും സൂക്ഷിക്കാതെ അങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല. ഹൃദയ സംബന്ധമായ ചികിത്സയടക്കം നടത്തേണ്ട ഹോസ്പിറ്റലാണ്. ഈ വാർഡുകൾക്കൊക്കെ എന്തെങ്കിലും പോരായ്മയുണ്ടെങ്കിൽ പുതുക്കി പണിയുന്നതിനും ഏറ്റവും ആധുനികമാക്കി മാറ്റുന്നതിനും ഗവൺമെൻറ് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ആ നിർദ്ദേശം ചെവിക്കൊള്ളാൻ ഈ ഹോസ്പിറ്റലിൻ്റെ അധികൃതരായിട്ടുള്ള ഡോക്ടർമാർ, സ്റ്റാഫ് തയ്യാറാവണം. മിന്നൽ സന്ദർശനമൊക്കെ മന്ത്രി അറിയിച്ചിട്ട് നടത്തണ്ടേ? നീക്കാൻ സമയം കിട്ടിയില്ല. കേസ് കണക്കിന് കുപ്പികളാണ് ആശുപത്രി കെട്ടിടത്തിനുള്ളിൽ നിന്ന് കണ്ടെടുത്തത്. മരുന്ന് കുപ്പികളല്ല, ബിയർ കുപ്പികൾ. ആശുപത്രി സൂപ്രണ്ടിനെ മന്ത്രി നിർത്തിപ്പൊരിച്ചു. എന്തേ സംഭവം? എവിടാ നോക്കുന്നത് ഈ ഹോസ്പിറ്റലിനെ? ഇതെന്തേ സംഭവം? എന്തേ കാണുന്നത്? എടുക്ക അവിടെ നിന്ന് മുഴുവൻ. എന്തേ കാണുന്നത്? നാളെ ഞാൻ വരുമ്പോ ഇത് മുഴുവൻ അടിച്ചു വാരി ഇത് ഹോസ്പിറ്റലാക്കിയിട്ട് മാറ്റിയിട്ടില്ലെങ്കിൽ പണി ഉണ്ടാവില്ല. മനസ്സിലായോ പറയുന്നത്? ഡോക്ടർക്ക് മനസ്സിലായോ പറയുന്നത്? ആശുപത്രിയിൽ വരുന്ന ആളുകൾ ഇവിടെ മദ്യപിച്ചിട്ട് കുപ്പി ഇവിടെ ഇടാനാണോ ആശുപത്രി? ആളുകൾ ഇടുന്നുണ്ട്, ക്രിമിനൽ കുറ്റമാണ്. അങ്ങനെ ഇടുന്ന ആളുകളെ 2 പേരെ പിടികൂടിയാൽ മതിയല്ലോ, അവർക്കെതിരെ നിയമ നടപടി സ്വീകരിച്ചാൽ മതിയല്ലോ. സാധിക്കാത്ത കാര്യം എന്താ ഉള്ളത്? മദ്യക്കുപ്പി ഒക്കെ ഒഴിവാക്കാൻ സാധിക്കും. ആളുകളെ ബോധ്യപ്പെടുത്തണം ഇവിടെ ഇരുന്ന് മദ്യപിച്ച വിവരം അറിയുന്നു. തൽക്കാലം ഞാൻ തന്നെ പിരിച്ചുവിടുന്നില്ല, പക്ഷെ മേലിൽ don't repeat this mistake. എടാ മേഡം എന്തെല്ലാം പറഞ്ഞാലും പഞ്ചപാവം നടിച്ച് ഭയഭക്തി ബഹുമാനത്തോടെ കാര്യം പറയുക. നീ കേട്ടിട്ടില്ലേ? കാര്യം കാണാൻ കഴുതക്കാലും പിടിക്കണം. ഏതായാലും ഇന്ന് ഞാൻ വേറൊന്നും പറഞ്ഞിട്ടില്ല. ഞങ്ങൾ പരിശോധിച്ചു. 8 മണിക്ക് വരാത്തവരെ കുറിച്ച് പരിശോധിക്കുന്നുണ്ട്. നാളെ രാവിലെ 8 മണിക്ക് ഡ്യൂട്ടിക്ക് എത്തേണ്ടവർ കൃത്യമായിട്ട് എത്തിക്കൊള്ളണം. ഇന്നൊരു ദിവസം ഉപയോഗിച്ചിട്ട് ഈ ഹോസ്പിറ്റൽ കോമ്പൗണ്ട് മുഴുവൻ ക്ലീൻ ചെയ്യണം. നാളെ മുതൽ കൃത്യമായി ഡ്യൂട്ടിക്ക് ഇട്ടവർ ഹോസ്പിറ്റൽ ക്ലീൻ ചെയ്യണം. ഞങ്ങൾ വീണ്ടും വന്ന് പരിശോധിക്കും. GH ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഹോസ്പിറ്റലാണ്. സാധാരണക്കാരാകെ വരുന്ന ഹോസ്പിറ്റലാണ്. ഇവിടെ എന്താണോ കുറവ് അത് പരിഹരിക്കാൻ ഗവൺമെൻറ് എല്ലാ സഹായവും ചെയ്യാൻ തയ്യാറാണ്. ഇനി ഇടവേളയാണ്. കുട്ടികളുടെ പ്രതിപക്ഷ നേതാവ്. ശാസ്ത്രീയമായ രീതിയിൽ വേണം കുട്ടികളെ പരിചരിക്കാൻ. ഇതിനെക്കുറിച്ച് ഞാൻ ചില പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ഇതാണോ കുട്ടി? സൗമ്യമായി പെരുമാറിയാൽ ഏത് കുഴപ്പമുള്ള കുട്ടിയെ നമുക്ക് കീഴടക്കാം. കുട്ടിയുടെ പേരെന്താ? കിങ്ങിണി. ചിമ്മിനിയാ? കിങ്ങിണി. കിങ്ങിണി.